കളിമാറുന്ന കർണാടക. കോൺഗ്രസ് JDSന് നൽകിയ തിരിച്ചടി BJPക്കും നൽകുമെന്ന ഭീഷണിയാണ് നിലവിൽ വിമത MLA-മാർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളിൽ 12 പേരെ മന്ത്രിയാക്കാമെന്ന് യെദ്യൂരപ്പ പറഞ്ഞിരുന്നു, വാഗ്ദാനം നൽകിയിരുന്നു. 12 പേരെ പോയിട്ട് ഒരാളെ വരെ മന്ത്രിയാക്കാനുള്ള തയ്യാറെടുപ്പിൽ യെദ്യൂരപ്പ സർക്കാർ നിലവിലില്ല എന്ന് വിമത MLA-മാർ ആരോപിക്കുന്നു. അതിനപ്പുറത്ത് ഞങ്ങളിൽ പലർക്കും എന്തെങ്കിലും ഒരു പദവി നൽകിയില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ തിരിച്ചടിയായിരിക്കും BJP നേരിടുക എന്നാണ് വിമത MLA-മാർ ഇപ്പോൾ ഭീഷണി മുഴക്കുന്നത്. നോക്കൂ, എത്ര വലിയ പ്രതിസന്ധിയിലാണ് കർണാടകയിലെ യെദ്യൂരപ്പ സർക്കാർ നിലവിലുള്ളത്. ഒരു ഭാഗത്ത് വിമത MLA-മാർ നിൽക്കുന്നു, മറുഭാഗത്ത് BJPയുടെ MLA-മാർ വിരൽ ചൂണ്ടി നിൽക്കുകയാണ്. അതായത് 53 MLA-മാർ 3 പ്രാവശ്യം തുടർച്ചയായി വിജയിച്ചവരാണ്. അതായത് ഈ 53 പേരും മുതിർന്ന നേതാക്കളാണ്. ഈ മുതിർന്ന നേതാക്കളെ തള്ളിക്കൊണ്ട് വിമത MLA-മാർക്ക് മന്ത്രിസ്ഥാനം നൽകിക്കഴിഞ്ഞാൽ കർണാടക BJPയിൽ ശക്തമായ പൊട്ടിത്തെറിയുണ്ടാകും. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് യെദ്യൂരപ്പ നിലവിൽ വിമത MLA-മാരെ മാറ്റി നിർത്തിയിരിക്കുന്നത്. അവർ ന്യായം പറയുന്നത് നിലവിൽ നിങ്ങളുടെ കേസ് സുപ്രീം കോടതിയിലാണ്. സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുന്ന സമയത്ത് നിങ്ങളെ നിയമസഭയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല, മന്ത്രിസ്ഥാനം നൽകാൻ വേണ്ടി സാധിക്കുകയില്ല എന്നാണ് വിമത MLA-മാരോട് യെദ്യൂരപ്പ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വിമത MLA-മാർ പറയുന്നു, മന്ത്രിസ്ഥാനം ഞങ്ങൾക്ക് ഇപ്പോൾ വേണ്ട, മറിച്ച് മറ്റുള്ള പദവികൾ നൽകാലോ. ആ പദവികൾ നൽകുന്നതിൽ എന്ത് തടസ്സമാണ് യെദ്യൂരപ്പക്കുള്ളത് എന്നാണ് വിമത MLA-മാർ ചോദിക്കുന്നത്. അങ്ങനെ പദവി നൽകിക്കഴിഞ്ഞാൽ BJPക്കകത്തുള്ള മറ്റു MLA-മാർ, അതായത് 53 MLA-മാർ, 53 മുതൽ 56 MLA-മാർ വരെ 2-ൽ കൂടുതൽ തവണ വിജയിച്ചിട്ടുണ്ട്. 53 MLA-മാർ 3 പ്രാവശ്യം തുടർച്ചയായി വിജയം നേടിയവരാണ്. ഇവർ ശക്തമായ പ്രതിഷേധത്തിന് മുന്നോട്ട് വരികയാണ്. വിമത MLA-മാർക്ക് മന്ത്രിസ്ഥാനം നൽകാൻ പാടില്ല എന്ന് ഇവർ പറയുമ്പോൾ കർണാടകയിലെ യെദ്യൂരപ്പ സർക്കാർ ശക്തമായ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. നേരത്തെ കുമാരസ്വാമിയും DK ശിവകുമാറും നിലവിലുള്ള യെദ്യൂരപ്പ സർക്കാരിനെ പരിഹസിച്ച് രംഗത്ത് വന്നിരുന്നു. അതായത് നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. കോൺഗ്രസിന് തലവേദനയായത് വിമത MLA-മാരാണെങ്കിൽ കർണാടകയിലെ നിലവിലുള്ള യെദ്യൂരപ്പ സർക്കാരിന് തലവേദനയാകുന്നത് വിമത MLA-മാരും അവരുടെ പാർട്ടിക്കകത്ത് നിന്നുള്ള BJP MLA-മാരുമാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ പലയിടങ്ങളിലും ചില MLA-മാരുടെ അനുയായികൾ രാജിവെച്ചു പോവുകയാണ്. 150 പ്രവർത്തകർ രാജിവെച്ച വിവരം പബ്ലിക് കേരള ഇന്നലെ നിങ്ങൾക്ക് നൽകിയതാണ്. ഇനി എന്തു ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.